അയാൾ ജീവിതത്തിൽ വലിയ സമ്പന്നനായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹത്തിന് ധാരാളം അറിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. ഇന്നൊരു MBBS ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടിപ്പോയാൽ മാസം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് കൂടിപ്പോയാൽ 5000 അല്ലെങ്കിൽ 6000 രൂപയാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഡോക്ടർമാർ വലിയ സമരം നടത്തി. ആ സമരം എന്ന് പറയുന്നത് കേരളത്തിലെ ഡോക്ടർമാരുടെ ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഡോക്ടർമാരുടെ ശമ്പളം അവസാനം കൂട്ടിയപ്പോൾ അവർക്കിപ്പോൾ ലഭിക്കുന്നത് കേവലം 30,000 രൂപ മാത്രമാണ് ഡോക്ടർക്ക് ശമ്പളം ലഭിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും കൊടുക്കുവാൻ വേണ്ടി ആളുകൾ പിന്നാലെ പോയ കാര്യം സ്പെഷ്യലൈസ്ഡ് നോളജിൽ മാത്രമേ പ്രസക്തിയുള്ളൂ. പണ്ട് നമ്മുടെ നാട്ടിൽ ബാർബർ ഷോപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു. നമ്മൾ 20-30 രൂപ കൊടുത്ത് മുടിവെട്ടാൻ പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ മുടിവെട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ എയർ കണ്ടീഷൻ സലൂണുകളിലെ പോകുന്നുള്ളൂ. അവിടെ പോയാൽ 150, 200, 500 രൂപ കൊടുക്കാൻ തയ്യാറാണ്. കാര്യം ആ തൊഴിൽ പോലും ആലോചിച്ച് നോക്കാം. 65% കുട്ടികൾ ഡ്രോപ്പ് ഔട്ടാണ്. 35% കുട്ടികൾ മാത്രമേ ഫൈനൽ ഇയർ വരെ എത്തുന്നുള്ളൂ. വളരെ നിരാശ തോന്നുന്ന കാര്യമാണ്. പല എഞ്ചിനീയറിംഗ് കോളേജിൽ ചെല്ലുമ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ 60 പേരിരിക്കേണ്ടതായ ആ ക്ലാസ് റൂമിൽ 20-25 കുട്ടികളെ ലോകം ക്രൗഡ് പറയുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ക്രൗഡിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രൗഡ് ലോകത്തൊരിക്കലും ക്രൗഡല്ല നമ്മളെ നയിക്കേണ്ടത്. യു ലീവ് ദ ക്രൗഡ് ആൻഡ് ലീഡ് ദ ക്രൗഡ്. യു ലീവ് ദ ക്രൗഡ്. ഇവിടെ ഈ മർമ്മമായ യുദ്ധ സത്യം സംഘടിപ്പിച്ചതായ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ നാളിരിക്കുന്നത് കൂട്ടത്തിൽ വിജ്ഞാനമല്ല നമുക്ക് വേണ്ടത്. അറിവിന്റെ വാതായനങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ അറിവ് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നയിക്കാൻ കഴിയണം, മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയണം. ജീവിതം പകരാനും നുകരാനും ഉള്ളതാണ്. ജീവിതം പങ്കുവയ്ക്കാനുള്ളതാണ്. ജീവിതം പങ്കുവയ്ക്കണമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം, നയിക്കാൻ കഴിയുള്ളൂ. ഇതൊരു നേതൃത്വ പരിശീലന ക്യാമ്പാണ്. നേതൃത്വ പരിശീലന ക്യാമ്പാണ്. നേതൃത്വ പരിശീലന ക്യാമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. നിങ്ങളുടെ ദൗർബല്യങ്ങളെല്ലാം ഇവിടെ അഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ദൗർബല്യങ്ങളെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് അമൂല്യമായ വസ്തുക്കളൊന്നും കൂട്ടാൻ കൂടി കിടക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുമാണ്, മൃഗരാജാവായ സിംഹം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൃഗരാജാവായ സിംഹം ഒരിക്കലും കൂട്ടം കൂടി നടക്കുകയില്ല. രാജാവായ സിംഹം കൂട്ടത്തെ നയിക്കുന്നവനാണ്, മുന്നിൽ നടക്കുന്നത്. നാളെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ കൂട്ടത്തെ നയിക്കുന്നവനായി മാറും. ക്രിസ്തുദേവനെ പറ്റി പറയുന്ന പ്രധാന ലോകത്തെ അതിപ്രശസ്തനായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തി 21ാം നൂറ്റാണ്ടിന്റെ സാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയതായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഇന്നോവേറ്റീവായ പുതിയ ആശയങ്ങൾ അത് ലോകത്ത് വലിയ ചരിത്രപരമായ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അദ്ദേഹം ആദ്യമായിട്ട് മാക്കിൻടോഷ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നിർമ്മിച്ചു. അദ്ദേഹം ലോകത്ത് ആദ്യമായിട്ട് ഡോട്ട് കമാൻഡിന് പകരം മൗസ് ക്ലിക്കിലൂടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ലോകത്ത് അവതരിപ്പിച്ചു. അദ്ദേഹം ലോകത്ത് ആദ്യമായിട്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ അവതരിപ്പിച്ചു. ആദ്യമായിട്ട് ലാപ്ടോപ്പുകൾ അവതരിപ്പിച്ചു. ആദ്യമായിട്ട് ടച്ച് സ്ക്രീനുകൾ അവതരിപ്പിച്ചു. ലോകത്തെ ഏറ്റവും കനം കുറഞ്ഞ മൊബൈൽ ഫോണുകൾ അദ്ദേഹം നിർമ്മിച്ചു. 2 മാസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. ആരാണ് അദ്ദേഹം? സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു കൊട്ടേഷൻ ഉണ്ട്, വളരെ പ്രസിദ്ധമായ കൊട്ടേഷൻ. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് മനഃപ്പാടമാക്കുന്നത് വളരെ നന്നായിരിക്കും. സ്റ്റീവ് ജോബ്സിന്റെ പ്രസിദ്ധമായ കൊട്ടേഷൻ ഇതാണ്. നിങ്ങൾക്കറിയാം, സ്റ്റീവ് ജോബ്സ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും അമ്മയും ആരെന്നറിയാതെ പിറന്നുകൂടിയ ഒരു കുഞ്ഞായിരുന്നു. അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിന്റെ മാതാവ് കോളേജിൽ പഠിക്കുമ്പോൾ ലഭിച്ച ഒരു അവിഹിത ഗർഭമായിരുന്നു. ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ അമ്മ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ എടുത്തു വളർത്തിയതായ ദരിദ്രരായ മാതാപിതാക്കളോടൊപ്പം വളർന്ന ഇദ്ദേഹത്തിന് ജീവിതത്തിൽ ബിരുദം പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ആളല്ല. പക്ഷെ അദ്ദേഹം ഒരു ഗവേഷണത്തിൽ ഏർപ്പെട്ടു. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ കാർ ഷെഡിൽ വെച്ച് അദ്ദേഹം വികസിപ്പിച്ചെടുത്തതാണ് മാക്കിൻടോഷ് എന്ന് പറഞ്ഞ ആദ്യത്തെ കമ്പ്യൂട്ടർ. ലോകത്തെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളതായ ഹാൻഡി ആയിട്ടുള്ളതായ അതിന് മുമ്പുണ്ടായ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ എന്നൊക്കെ പറയുന്നത് ഈ ഹോളിന്റെ അത്രയും വലുപ്പം ഉണ്ടായിരുന്നാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ഡെസ്കിൽ ഒരു ടേബിളിൽ വെക്കാവുന്ന തരത്തിലുള്ളതായ കമ്പ്യൂട്ടർ അദ്ദേഹം വികസിപ്പിച്ചു. ആ മനുഷ്യൻ ബിരുദധാരി അല്ലെങ്കിൽ കൂടി അദ്ദേഹം 2007 ആണ്ടിൽ അദ്ദേഹം ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരുന്ന കോളേജിലെ ഗ്രാജുവേഷൻ സെറിമണിയിൽ അദ്ദേഹം ചീഫ് ഗസ്റ്റ് ആയിട്ട് സംസാരിച്ചത് ഈ സ്റ്റീവ് ജോബ്സ് ആയിരുന്നു. അവിടെ നിന്ന് ബിരുദധാരികളായ ചെറുപ്പക്കാരായ കുട്ടികളോട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രേഷ്ഠമായ ഉദാത്തമായ ഒരു കൊട്ടേഷനായിട്ട് പറയുന്നു. ആ കൊട്ടേഷൻ ഇതാണ്: യുവർ വർക്ക് ഈസ് ഗോയിങ് ടു ഫിൽ a large part of your life. Your work is going to fill
a large part of your life. And best way to be truly satisfied is do what you believe is a great job. Best way to be truly satisfied is do what you believe is a great job. And only way to do a great job is love what you do. Only way to do a great job is love what you do. So മനോഹരമാണ്. Your work is going to kill a large part of your life. നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന തൊഴിൽ, കരിയർ, ആ ജോലിയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും അധികം സമയം ചെലവഴിക്കേണ്ടത് ആ തൊഴിലിന് വേണ്ടിയാണ്. നിങ്ങൾ നേഴ്സായിരിക്കോ, ഡോക്ടറായിരിക്കോ, നിങ്ങൾ ഒരു എഞ്ചിനീയർ ആയിരിക്കോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കോ, ഒരു കച്ചവടക്കാരനായിരിക്കോ, ഒരു ടീച്ചറായിരിക്കോ, ഏത് തൊഴിൽ തിരഞ്ഞെടുത്താലും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തില്, ഇനി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് ഏറ്റവും അധികം സമയം ചെലവഴിക്കാൻ പോകുന്നത് ആ തൊഴിലിന് വേണ്ടിയാണ്, അല്ലേ? ആ തൊഴിലിന് വേണ്ടിയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, best way to be truly satisfied is do what you believe is a great job. ജീവിതത്തിൽ രണ്ട് വരികളിൽ അദ്ദേഹം പറഞ്ഞു, ഉദാത്തമായ ജോലി എന്നാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുന്നതാണ് ഉദാത്തമായ ജീവിതം. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുക. നമ്മുടെ ജീവിതം ധന്യമാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് അന്യജീവൻ ഉതകണം. മറ്റുള്ളവരെ ഗുണപ്പെടണം, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ കഴിയണം. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മറ്റുള്ളവരെ തുറന്ന് സ്നേഹിക്കാൻ കഴിയണം. ആ സ്നേഹം നമ്മളെ പഠിപ്പിച്ച മദർ തെരേസ. അതുകൊണ്ടാണ് ലോകത്തെ മഹതിയായിട്ട് നാം വിശേഷിപ്പിക്കപ്പെടുന്നത്. അന്യനെ അറിയുവാൻ കഴിയണം. അപ്പോൾ അദ്ദേഹം പറയുന്നു, നാം തിരഞ്ഞെടുക്കുന്ന തൊഴിൽ ഉദാത്തമാവണം, നഷ്ടപ്പെടാതെ ജീവിക്കാം. ഇപ്പൊ മനോഭാവം, 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനോഭാവം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം, യു ലവ് വാട്ട് യു ഡു ആൻഡ് ഡു വാട്ട് യു ലവ്. അതായിരിക്കണം മനോഭാവം. ലവ് വാട്ട് യു ഡു ആൻഡ് ഡു വാട്ട് യു ലവ്. എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് നല്ല വിജ്ഞാനമുണ്ട്, ധാരാളം അറിവുണ്ട്, പക്ഷെ എനിക്ക് ആ തൊഴിലിനോട് താല്പര്യമില്ലെങ്കിലും, എനിക്ക് ധാരാളം അറിവും കഴിവും വിജ്ഞാനമുണ്ട്, എനിക്ക് ആ തൊഴിലിനോട് താല്പര്യമില്ലെങ്കിലോ ജീവിതം നശിച്ചില്ലേ? അപ്പൊ ജീവിതം നശിക്കാതിരിക്കണമെങ്കിൽ, ഇനി വരാൻ പോകുന്ന കാലഘട്ടം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ തെരഞ്ഞെടുക്കുന്ന തൊഴിൽ ഉദാത്തമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത തൊഴിലിനെ സ്നേഹിക്കാൻ കഴിയണം. ഈ 3 കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഇഷ്ടം ഉണ്ടായിട്ടാണോ ചെയ്യുന്നത്? അല്ല. വിജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും വെളുപ്പാകാലത്ത് 4 മണിക്ക് എഴുന്നേൽക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. വിജയിക്കുന്നവനും ഇഷ്ടമല്ല, പരാജയപ്പെടുന്നവനും ഇഷ്ടമല്ല. പക്ഷെ വിജയിക്കുന്നവൻ എന്ത് ചെയ്യും? അവനെ ആരോ ഉണർത്തും. ആരുണർത്തും? അവനെ ഉണർത്തുന്നത് അവന്റെ സ്വപ്നങ്ങളാണ്, അവന്റെ സ്വപ്നങ്ങളാണ്. ഇത് ആദ്യമായിട്ട് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് മഹാനായ ഇന്ത്യൻ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു, സ്വപ്നം എന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. എന്താണോ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് അതാണ് സ്വപ്നം. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല നിങ്ങളുടെ സ്വപ്നം. എന്താണോ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് അതാണ് യഥാർത്ഥ സ്വപ്നം. നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ്, ഐ വാണ്ട് ടു ബിക്കം ആൻ IAS ഓഫീസർ. നിങ്ങൾ തീർച്ചപ്പെടുത്തുകയാണ്, തീരുമാനിച്ച ഓഫീസർ ആകണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ടെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഞങ്ങളൊന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സിവിൽ സർവീസിലൂടെ IAS ആവണം. നമുക്ക് നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന്, ക്രിസ്തീയ സഭയ്ക്ക് അഭിമാനാർഹമായ വലിയ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ നമുക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം ധാരാളം IAS IPS ഓഫീസർമാരുണ്ടായിരുന്നു. വെയിലോട്ട് വന്നവരുമുണ്ട്.